അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്മായിലാണ്. ഉംറയുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഈ കണ്ട വീഡിയോ കഴിഞ്ഞ മുഹറത്തിൽ അഹ്ബാബ് ട്രാവൽസിൻ്റെ കൂടെ ഉംറയിൽ യാത്ര ഉണ്ടായിരുന്ന ഫാത്തിമ അറയിൽ എന്ന് പറയുന്ന ഒരു ഇത്താത്ത, അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് അവർ ആ യാത്രയിൽ രണ്ടാമത്തെ ഉംറ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മക്കത്ത് വെച്ചിട്ട് മരണപ്പെടുകയുണ്ടായി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ 2 ദിവസം മുന്നേ അവരുടെ 40 ആ 40-ന് ഞാനും ആ യാത്രയിൽ നേതൃത്വം നൽകിയ അമീർ അഷ്റഫ് സഖാഫിയും കൂടെ അവരുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് യാത്രയിലുണ്ടായിരുന്ന പലരും അന്ന് 40-ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് അവിടുന്ന് ഉസ്താദ് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും, നല്ലൊരു മരണം, മരിക്കുന്ന നേരത്ത് നല്ല സ്ഥലത്തായിരിക്കുക, നല്ല സമയത്തായിരിക്കുക. കാരണം നമുക്കൊന്നും അറിയില്ല നമ്മുടെ മരണം എവിടെ വെച്ചാണ് സംഭവിക്കുക, എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതൊന്നും. ആ താത്തനെ സംബന്ധിച്ചിടത്തോളം അവർ നല്ലൊരു മരണം, കാരണം അവരുടെ വീട്ടിൽ മരണ ദിവസം ഞങ്ങൾ പോയപ്പോഴും ആ വീട്ടുകാർക്കുണ്ടായിരുന്ന, അവരുടെ മുഖത്ത് കണ്ടിരുന്ന ഒരു റാഹത്ത് എന്ന് പറയുന്നത് അവർ കൺമുന്നിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ ആഗ്രഹപ്രകാരമുള്ളൊരു മരണമാണ്, നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ടുള്ള മരണമാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് അവിടുന്ന് സംസാരിക്കുകയുണ്ടായി. അന്ന് യാത്രയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും മരണസമയത്തുള്ള കാര്യങ്ങളൊക്കെ ആ കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭാഗം. ഫാത്തിമ അറയിൽ എന്ന് പറയുന്ന സഹോദരി ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാകുന്ന മക്കത്തുൽ മുകറമയിലെത്തുകയും ഒരു ഉംറ പരിപൂർണ രൂപത്തിൽ ചെയ്യുകയും രണ്ടാമത്തെ ഉംറയിൽ ഇഹ്റാം ചെയ്ത്, അതും അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്ത ജഅറാന എന്ന് പറയുന്ന വലിയൊരു മീഖാത്ത്, ആ മീഖാത്തിൽ നിന്ന് അതിന്റെ മുമ്പ് അറഫയും മിനയും മുസ്ദലിഫയും ജംറകളും അങ്ങനെ എല്ലാ ഹജ്ജിന്റെ സ്ഥലങ്ങളും കണ്ട് സന്തോഷത്തോടെ വാഹനത്തിൽ കയറി ജറാനയിൽ വെച്ച് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. എന്നിട്ട് വിശുദ്ധ ഹറമിലേക്ക് തൽബിയത്ത് ചൊല്ലി വന്നു. രാത്രിയായിരുന്നു ഉംറ ഉണ്ടായിരുന്നത്. പകല് നല്ല ചൂടായതുകൊണ്ട് രാത്രിയാണ് ഉംറ ചെയ്തിരുന്നത്. ഉംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫറളാകുന്ന തവാഫ് പൂർത്തിയാക്കി സംസം നന്നായി വയറ് നിറച്ചു കുടിച്ചു. അടുത്തൊരു കർമ്മമാണ് സഫ മറവിക്കിടയിൽ സഅയ് ചെയ്യുക എന്നുള്ളത്. ആ സഅയ് 6 പൂർത്തിയാക്കി. 7-മത്തേത് ഒരു 3/4 പൂർത്തിയാക്കി അവിടെ ചെറിയൊരു ക്ഷീണം വന്ന് ഇരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള 49 ഹാജിമാര് അവരെല്ലാവരും സഅയ് പൂർത്തിയാക്കി. ഈ 3 ആളുകളെ, ഈ ഉമ്മയെയും മരുമകളെയും പിന്നെ മറ്റൊരു സഹോദരിയെയും കാണുന്നില്ല എന്നുള്ള ഒരു ബേജാറിൽ ഞങ്ങൾ നോക്കുമ്പോൾ അവര് കുറച്ചപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ, അവരെ ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോ ചെറിയ രൂപത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗമേ ഞാൻ അന്ന് എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. കാരണം ഉംറയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിലുള്ള ആളുകൾക്ക് ഞങ്ങൾ അവിടെ ചെന്നതിൻ്റെ ഒരു കാര്യം എത്തിക്കാമെന്നുള്ള രൂപത്തിലുള്ള കുറഞ്ഞൊരു ഭാഗം എടുത്തിട്ടുള്ളായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗത്തിൽ ഉസ്താദ് കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്. ഉംറയുമായി ബന്ധപ്പെട്ട് അതിഥികളായിട്ടാണ് നമ്മൾ മക്കയിലും മദീനയിലേക്ക് എത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചതും വിളിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച ചരിത്രമൊക്കെയാണ് നമ്മൾ കൂടുതൽ ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കുക. അതോടുകൂടെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിളിയെക്കുറിച്ചിട്ടും ഇബ്ലീസിന്റെ വിളിയെക്കുറിച്ചിട്ടൊക്കെയാണ് ഉസ്താദ് അതിൽ വിശദീകരിക്കുകയുണ്ടായത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തി അള്ളാഹു വിളിച്ചതോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കപ്പെട്ട ആ വിളി കേട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ നല്ല റാഹത്തുള്ള ഉംറ ചെയ്ത്, സ്വീകാര്യയോഗ്യമായിട്ടുള്ള റാഹത്തുള്ള ഉംറ ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി വരും എന്നുള്ളതും, അള്ളാഹുവിൻ്റെ വിളിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വിളി കേട്ട ഒരു വ്യക്തി യാത്ര ചെയ്ത് നല്ല സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഉംറ ചെയ്ത് അവിടുന്ന് തന്നെ മരണപ്പെട്ടു പോകുന്ന ഒരു ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയാണ് ഫാത്തിമ അറയിൽ എന്ന് പറയുന്ന ആ സഹോദരി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവിടുന്ന് മരണപ്പെടുകയുണ്ടായത് എന്നുള്ള രീതിയിലാണ്
ഉസ്താദ് പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ കൂടെ ഉസ്താദ് പറയുകയാണ്, അള്ളാഹുവിൻ്റെ വിളിയോട് കൂടെ ഇബ്ലീസിൻ്റെ വിളിക്കുത്തരം നൽകി യാത്ര ചെയ്യുന്ന വ്യക്തികൾ അവിടെ നിന്ന് അദബുകേടല്ലാതെ പ്രവർത്തിക്കില്ല. മക്കത്ത് ചെന്നാലും മദീനത്ത് ചെന്നാലും ഒക്കെ അവർക്ക് ഒരു എന്തൊക്കെയോ ഇപ്പോൾ നമ്മൾ കാണുന്നതിൽ കൂടുതലായിട്ട് ഉള്ള ഒരു അവസ്ഥയിലുള്ള ഉംറ ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സ്ഥിതി, മുന്നേ ഉള്ളതിനേക്കാൾ കൂടുതൽ വഷളത്തരത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥിതിയെക്കുറിച്ചിട്ടൊക്കെയാണ് ഉസ്താദ് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉംറ യാത്ര ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ചരിത്രം കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, ചെയ്ത തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് മാപ്പപേക്ഷിച്ച് നല്ല ഒരു വ്യക്തിയായിട്ട് തിരിച്ചു വരുന്ന രൂപത്തിൽ വേണ്ടിയിട്ടൊക്കെയാണ്, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് വലിയ പണം മുടക്കി ഉംറക്കും ഹജ്ജിനും ഒക്കെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ യാത്ര നമ്മൾ എന്തുദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ പോകുന്നത്, ആത്മാർത്ഥമായിട്ടുള്ള ആ ഉദ്ദേശത്തോടു കൂടി, ആ ഉദ്ദേശ സഫലീകരണത്തോടു കൂടി തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും ഒക്കെ പ്രയത്നിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ എല്ലാ നന്മകളും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളോടുമായിട്ട് ഈ ഒരു അനുഭവം ഷെയർ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.